അങ്ങനെ അതൊക്കെ പുരോഗതി ഉണ്ട്. അതൊക്കെ നല്ല ഐക്യത്തോടു കൂടി നീങ്ങി പോകാനുള്ള എല്ലാ തീരുമാനവും പറയുന്നതിലൊന്നുമില്ല. എവിടെ വരെ എത്തിയെന്ന് ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അത് പൂർണ്ണമാകുമ്പോൾ നിങ്ങളോട് പറയും. ഇപ്പൊ എവിടെ വരെ എത്തി നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്നെ പറയുന്നത്. ഈ 9 ആവശ്യങ്ങൾ മാത്രമല്ല, വേറെ പഴയ സംഗതികളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ചർച്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിട്ടുണ്ട്. ഐക്യത്തോടുകൂടി പോവാന്നുള്ള ഒരു നയാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരിഹരിക്കപ്പെട്ടാൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറയില്ല. അത് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഒരു സംഗതിനെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പല വശങ്ങളും ചർച്ച ചെയ്യാണ്ടാവുമല്ലോ. അതൊക്കെ ചർച്ച ചെയ്ത് നല്ല നിലക്ക്. ഇവിടെ ആരും തമ്മിൽ എതിർപ്പൊന്നുമില്ല. ഇവിടെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ വലിയ എതിർപ്പുണ്ടോ? ഇല്ല. സമസ്തയിലുള്ള ആളുകൾ തമ്മിൽ എതിർപ്പുണ്ടോ? വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ചർച്ച ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണല്ലേ മനുഷ്യരാകുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളും സജീവമായിട്ട് പങ്കെടുക്കും. ചിലർ ശബ്ദം തന്നെ വളരെ ഉച്ചയുള്ള ശബ്ദമാണ് ഈ കാലം, ചിലർ വളരെ പതുങ്ങിയ ശബ്ദമാണ് ഈ കാലം. ഇതൊക്കെ തർക്കമല്ലല്ലോ. എന്നതുപോലെ പല വിഷയങ്ങളെ സംബന്ധിച്ച് തർക്കം ഉണ്ടാവും. ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും. അതിന് പറ്റിയ നേതൃത്വമാണ് സമസ്തകളുടെ ജമീയത്തുൽ ഉലമക്കുള്ളത്.